എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു വിന്നീസ് ടേസ്റ്റി കോർണർ. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായി ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ റെസിപ്പി സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 800 ഗ്രാംസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. സാധാരണ മുളക് പൊടിയും കാശ്മീരി ചില്ലിയായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇതിലേക്ക് വറ്റൽ മുളക് ചതച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇപ്പോൾ വറ്റൽ മുളക് നമുക്ക് എരിവിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. ഇപ്പോൾ വെളുത്തുള്ളി തൊലിയോടുകൂടെ തന്നെ ചതച്ചതാണ്. ഇതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമ്മളിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചിക്കനിലെല്ലാം മസാല എല്ലാം എടുത്താവുന്ന പോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനിൽ നന്നായിട്ട് കഴുകി വെള്ളമെല്ലാം പോയി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ മസാല എല്ലാം ആഡ് ചെയ്യാനായിട്ട്. നമുക്കിതുപോലെ എല്ലാം എടുത്താവുന്ന പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് കോൺഫ്ലവർ ആണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്കിതിന് പകരമായിട്ട് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. മിനിമം ഒരു 1 ഹവറെങ്കിലും വെക്കണം. അപ്പം കൂടുതൽ സമയം ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നമ്മുടെ ചിക്കനിലെ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചു വരും. ഇനി നമുക്ക് ചിക്കൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രീസറിലല്ല, താഴത്ത് വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഒരു 1/2 മണിക്കൂർ മുന്നേ ഇതെടുത്ത് പുറത്ത് വയ്ക്കണം. തണുപ്പെല്ലാം ഒന്ന് ചെറുതായി പോയി കഴിഞ്ഞതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പം ഞാനിവിടെ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1/2 മണിക്കൂർ മുന്നേ ഫ്രൈ ചെയ്യുന്നതിന് ഒരു 1/2 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം വേണം ചിക്കൻ ആഡ് ചെയ്യാനായിട്ട്. ചിക്കൻ ചേർത്ത് കൊടുത്തത് നമ്മൾ ഇളക്കാൻ പാടില്ല. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് വേണം നമുക്കിതൊന്ന് ഇളക്കാനായിട്ട്. നമ്മൾ പെട്ടെന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കനിലുള്ള മസാലയെല്ലാം ഇളകിപ്പോവും. അതുകൊണ്ടാണ് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് വേണം ചിക്കൻ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പം നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതുപോലെ ചിക്കൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി ചിക്കൻ ഇതുപോലെ ഓൾമോസ്റ്റ് ഒന്ന് ആയി കഴിയുമ്പം നമുക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർത്ത് കഴിയുമ്പം നല്ല മണമായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക് ഇതുപോലെ മുറിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഗാർലിക്കും പച്ചമുളകും കറിവേപ്പിലയെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വരണം. അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി നേരമായിട്ട് ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ചിക്കൻ ഡ്രൈ ആയി പോവും. ചിക്കനകത്ത് ജ്യൂസ് എല്ലാം നഷ്ടമായി പോവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുന്ന സമയത്ത് ചിക്കനെല്ലാം എണ്ണയിൽ ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ നമ്മൾ ചിക്കൻ പെട്ടെന്ന് കുക്കായി കിട്ടും. അകത്തെല്ലാം ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എല്ലാ വശവും തിരിച്ചിട്ട് കൊടുത്ത് വേണം
കുക്ക് ചെയ്യാനായിട്ട്. എങ്കിലേ എല്ലാ വശവും നല്ല ഈവനായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും ഗാർലിക്കും എല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിലെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം, എങ്കിലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചിക്കൻ കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഫ്ലെയിം നമ്മൾ മീഡിയം വെച്ച് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ആഡ് ചെയ്തതും നമുക്ക് ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിലേക്കൊരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ തവണയും നമ്മൾ ഓരോ തവണയും ഫ്രൈ ചെയ്യുമ്പം ഇതുപോലെ 2-3 അല്ലി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം നമുക്ക് ആ ചിക്കനിലെല്ലാം അതിൻ്റെ ഫ്ലേവർ കിട്ടും. ഇപ്പോൾ നമ്മുടെ ഈ ബാച്ചും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇത് വളരെ ടേസ്റ്റിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ഗീ റൈസിൻ്റെ കൂടെ, ബിരിയാണി, എനിത്തിങ് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.